ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഞാൻ ഡയബറ്റിക് അൾസറിനെ പറ്റിയാണ്. നോൺ ഹീലിംഗ് അൾസർ, കാലേക്ക് അരിയാത്ത മുറിവ് പ്രമേഹ രോഗികൾ. അതിൻ്റെ ഒരു സീരീസ് ടോക്കിൽ മൂന്നാമത്തെ ടോക്കാണ്. ഇതിനകത്ത് ഞാൻ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് അൾസർ മാനേജ്മെൻറ്റ് PRP തെറാപ്പി, പ്ലേറ്റഡ് റിച്ച് പ്ലാസ്മ തെറാപ്പി. അതൊരു ന്യൂവർ മൊഡാലിറ്റി ഓഫ് ട്രീറ്റ്മെൻറ്റാണ്. നമ്മൾ കുറേ നാളായിട്ടൊരു മുറിവ് ഡ്രസ്സ് ചെയ്യുന്നു, ബ്ലഡ് സപ്ലൈ ഉണ്ട്, വാസ്കുലാരിറ്റി ഉണ്ട്, കൾച്ചർ ചെയ്താണ്, ആൻറ്റിബയോട്ടിക് പോകുന്നുണ്ട്. പക്ഷേ ഒരു വലിയ മുറിവാണ്, കരിയുന്നില്ല, കുറച്ച് ആഴത്തിലുള്ളതാണ്, കുഴിഞ്ഞൊരു മുറിവാണ്. പ്രത്യേകിച്ച് കാലിൻ്റെ സോളിൽ, കാലിൻ്റെ പാദത്തിന് അടിഭാഗത്ത് വരുന്നത് നമുക്കറിയാം. അതിൻ്റെ കാലിൻ്റെ പാദത്തിന് അടിഭാഗത്ത് തൊലിക്ക് നല്ല കട്ടിയുണ്ട്. അപ്പം ഡീപ്പായിട്ടൊരു മുറിവ് വന്നു കഴിഞ്ഞാൽ നല്ല അകത്തേക്കൊരു കുഴി പോറ്റിരിക്കും. അത് കരിച്ചെടുക്കാൻ ശരിക്കും നല്ല പാടാണ്. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഓഫ്ലോഡിംഗ് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ വീഡിയോ മെയിനായിട്ട് സ്ട്രെസ് ചെയ്യുന്ന PRP, പ്ലേറ്റഡ് റിച്ച് പ്ലാസ്മയാണ്. അപ്പോൾ അത് നമുക്കറിയാം, നമ്മുടെ തന്നെ രോഗിയുടെ തന്നെ പ്ലേറ്റിട്ട് നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്ത്, അതായത് ഒരു സാമ്പിൾ ഒരു 5 to 10 ml എടുത്തിട്ട് നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്തിട്ട് അത് മൂന്നായിട്ട് തിരിക്കും. അത് മുകളിൽ ഒരു പ്ലാസ്മ കോളം, ഇടയ്ക്ക് ഒരു ബഫി കോട്ട് വരും, പ്ലേറ്റിട്ടും അതിൻ്റെ ഒരു കോട്ടിങ് ഒരു ലെവൽ. അപ്പോൾ അതിൻ്റെ താഴെ നമുക്ക് RBC ലാങ്ങളെ കിട്ടും, അത് ചുമന്ന കളറിലുള്ള. അപ്പോൾ ഇടയ്ക്കത്തെ ഒരു യെല്ലോ ബഫി കോട്ടാണ് നമുക്ക് വേണ്ടത്. അതിനകത്ത് പ്ലേറ്റഡ് റിച്ച് ആണ്, അതുകൂടെ അതിനകത്ത് ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഒരു പ്ലേറ്റഡ് റിച്ച് പ്ലാസ്മ നമ്മൾ ഇൻസുലിൻ സിറിഞ്ച് ഉപയോഗിച്ച് ഈ ട്യൂബിൽ നിന്ന് വലിച്ചെടുത്ത് നമ്മൾ ടിഷ്യൂവിൽ ഇഞ്ചക്ഷൻ എടുക്കുന്നു. അത് പല സ്ഥലത്തായിട്ട് കുറേശ്ശെ ഒരു 0.5 ml അല്ലെങ്കിൽ അങ്ങനെ വെച്ച് നമ്മളൊരു ഇൻസുലിൻ സിറിഞ്ച് നമുക്കറിയാം ടോട്ടൽ ഒരു 1 ml സിറിഞ്ചാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതൊരു 0.1 ml വെച്ച് ഇങ്ങനെ 10 സ്ഥലത്തായിട്ട്, അല്ലെങ്കിൽ വീണ്ടും ഒരു സിറിഞ്ചിങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു 2 ml അങ്ങനെ എടുത്തിട്ട് നമ്മൾ 2 to 3 ml കൂടി കിട്ടാറില്ല. സാധനം ബഫിക്കോട് അത് തന്നെ കുറച്ചേ കിട്ടുള്ളൂ, 10 ml എടുത്താൽ പോലും. അപ്പോൾ അത് 3 ml ആണ്, 3 ml 0.1 ml വെച്ച് ഇൻസുലിൻ സിറിഞ്ച് വെച്ച് ചെറുതായിട്ട് ഈ ടിഷ്യൂവിൻ്റെ ഈ അൾസറിൻ്റെ പല ഭാഗം ആദ്യം ഡിബ്രാഡ്മെൻറ്റ് ചെയ്യണം. നമ്മൾ നെക്രോ ടിഷ്യൂ എല്ലാം മാറാൻ, ഡാമേജ് ടിഷ്യൂ എല്ലാം മാറ്റി സലൈൻ ഉപയോഗിച്ച് നല്ല ക്ലീൻ ചെയ്ത് പെർഫെക്റ്റ് ആക്കിയിട്ട് വേണം നമ്മളെടുക്കാൻ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഗ്രാനുലേഷൻ ടിഷ്യൂ, അതായത് നമ്മൾ പെട്ടെന്ന് കുഴി നകന്നു വരും, ഇല്ലെങ്കിൽ എപ്പോഴും കുഴി തന്നെ കിടക്കുക. അപ്പം വീണ്ടും ഇൻഫെക്ഷൻ ബാക്ടീരിയ വന്നുകൊണ്ടിരിക്കും. അപ്പം ഡീപ്പായുള്ള വൂണ്ടാണ്. നമുക്ക് ആ ടിഷ്യൂ ഗ്രോ ചെയ്താൽ, ഗ്രാനുലേഷൻ ടിഷ്യൂ ഗ്രോ ചെയ്താലേ നമുക്ക് ആ വൂണ്ട് ഹീൽ ചെയ്യാൻ പറ്റുള്ളൂ, എന്നാൽ നിരപ്പാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നും നമ്മൾ കുഴിക്കകത്തെ കുറച്ച് കോട്ടണോ ഗോസോ വെച്ചിട്ട് കാര്യമില്ല, അതിന് ഓയിൻമെൻറ്റ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് അധികം താമസിക്കുക. അതായത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഗ്രാനുലേഷൻ ടിഷ്യൂ ഉണ്ടാകുമ്പോൾ ആഴത്തോളം മുറിവാണ്, ചിലപ്പം ഒരു 3-4 ആഴ്ച അല്ലെങ്കിൽ മാസങ്ങളെടുത്ത് വന്നിരിക്കും വൂണ്ടിൻ്റെ വലുപ്പം അനുസരിച്ച്. പ്രത്യേകിച്ച് കാലിൻ്റെ സോളിൻ്റെ അടിയിലുള്ള മുറിവാണെങ്കിൽ നല്ല കാലസ് എന്ന് പറയും, ആ അടിയിലുള്ള സ്കിന്ന് നല്ല കട്ടിയായിട്ടായിരിക്കും അതിൻ്റെ മാർജിനിൽ നിൽക്കുക. അപ്പോൾ അതിൻ്റെ അകത്തായിരിക്കും മുറിവ് ചിലപ്പോൾ കാണാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മളത് ശരിക്കും എക്സ്പ്ലോർ ചെയ്ത് നോക്കണം. അത് കാലസ് കട്ട് ചെയ്ത്, ആ കട്ടിയുള്ള സ്കിന്നെ കട്ട് ചെയ്ത്, അപ്പോൾ വലിയൊരു മുറിവായി മാറും. പേഷ്യൻസിന് താല്പര്യം കാണും പലപ്പോഴും അതിനകത്തൊരു പാടാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ കാലസ് കട്ടിയുള്ള സ്കിന്നെ കട്ടി മുറിവ് നോക്കുമ്പോൾ അടിയിലേക്ക് ഒരുപാട് പഴുപ്പുകളും ഒത്തിരി ഏരിയ അഫക്റ്റഡ് ഉണ്ടാവും. ശരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ദീർഘകാലം ശരിക്കും നമ്മൾ ഡ്രസ്സിങ് വേണ്ടി വരും, പ്രോപ്പറായുള്ള സാധനങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കേസിലാണ് ഒരു വൈഡ് ഏരിയ ഓഫ് അൾസർ, വലിയൊരു അൾസറായി മാറും. അങ്ങനെയാണ് നമുക്ക് ഡിബ്രേഡ് ചെയ്തിട്ട് ഈ പ്ലേറ്റഡ് റിച്ച് പ്ലാസ്മ നമ്മൾ കുത്തിവെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരുപാട് ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ട്, നമുക്കറിയാം അതിനകത്ത് ഒരുപാട് ഹീലിംഗ് സാധനങ്ങളുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ ഗ്രാനുലേഷൻ ടിഷ്യൂ ഗ്രോ ചെയ്തിട്ട് ആ വൂണ്ട് നിൽക്കാനും പെട്ടെന്ന് ഹീൽ ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പം വലിയ ഏരിയ വരുമ്പോൾ നമുക്കറിയാം അതിനകത്ത് ഗ്രാഫ്റ്റുകൾ വേണം, സ്കിൻ ഗ്രാഫ്റ്റുകൾ വേണം, പുതിയ ഡ്രസ്സിങ് മെറ്റീരിയൽസ് വേണം. അപ്പോൾ അത് നമുക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോ പ്രധാനമായിട്ട് സ്ട്രെസ് ചെയ്യുന്ന PRP തെറാപ്പി. അപ്പം പ്ലേറ്റഡ് റിച്ച് പ്ലാസ്മയ്ക്ക് ഇന്ന് നല്ല റോളുണ്ട്. വലിയ മുറിവാണ്, കുഴിഞ്ഞ മുറിവാണ്, അപ്പോൾ സോളിൻ്റെ അടിയിലാണ്, അല്ലെങ്കിൽ കാലിൻ്റെ ഒരു ഭാഗത്തെ കുറേ ഏരിയ പോയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നികന്ന് വരണമെങ്കിൽ ഈ പ്ലേറ്റഡ് റിച്ച് പ്ലാസ്മ ഗ്രോത്ത് ഫാക്ടേഴ്സുകളുണ്ട്, അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഒരു വലിയ മുറിവ് നമ്മൾ തന്നെ ഡ്രസ്സ് ചെയ്യാതെ വീട്ടിൽ തന്നെ നമ്മൾ ഡ്രസ്സ് ചെയ്തുകൊണ്ട് ആൻറ്റിബയോട്ടിക് ഓയിൻമെൻറ്റോ അല്ലെങ്കിൽ ചില ഗുളികൾ ഉപയോഗിച്ച് ഡ്രസ്സ് ചെയ്യാതെ പോഡിയാട്രിസ്റ്റിനോ അല്ലെങ്കിൽ നല്ലൊരു സർജനെ കാണിച്ചിട്ട് അത് കൃത്യമായ രീതിയിൽ ഷുഗർ കൺട്രോൾ ചെയ്ത് പുതിയ മെത്തേഡ്സ് ഉപയോഗിച്ച് നമ്മൾ ഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ വൂണ്ട് ആഴ്ചകൾ ചിലപ്പം നമുക്ക് 1-2 മാസം എടുക്കും, എന്നാൽ പോലും നമുക്ക് കരിഞ്ഞിട്ട് ആംപുട്ടേഷൻ ഉണ്ടാകും. അതായത് ലിംസ് സാൽവേജ് എന്ന് പറയും. നമുക്ക് ആ കാല് നഷ്ടപ്പെടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.